ഇതാണ് ഒരു ജേർണലിസ്റ്റിന്റെ വേഷവും ഭാവവും. ജേർണലിസ്റ്റ് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? മക്കളെ, ഒരു സമയത്ത് പണ്ട് കുറച്ച് ജേർണലിസ്റ്റുകൾക്ക് ഇങ്ങനെ നടന്നിരുന്നു. ആ കാലത്ത് എന്റെ മക്കൾ ജനിച്ചിട്ടും കൂടെ ഇല്ല. ജേർണലിസ്റ്റിന്റെ ഈ വേഷത്തിന്റെ വംശനാശം വന്നിട്ട് കുറച്ച് കൊല്ലമായി. ഇതെവിടുന്നാ സംഘടിപ്പിച്ചത്? പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ അവക്കും ബോധമില്ല, യവനും ബോധമില്ല. ഓ, പെർഫെക്റ്റ് കപ്പളടേ, സൂപ്പർ. ഞങ്ങൾക്കല്ലേ ബോധമില്ലാത്തത്? ബോധമില്ലാത്ത നിനക്ക് തലമണ്ടയ്ക്കാണ്. ഇതൊരു ഗിമിക്കാണ്. ഗിമിക്ക്. അതായത് ഇപ്പൊ നീ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, പണ്ടത്തെ ജേർണലിസ്റ്റുകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നേന്ന് പറഞ്ഞല്ലോ. അതേപോലെ നാട്ടുകാരും പറയും. ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു 10-22 വയസ്സുള്ള ഒരു യുവ കോമളൻ. യുവ കോമാളി, ബാക്കി പറ. കോമളൻ, എനിക്ക് കോമളൻ. അങ്ങനെ 10-22 വയസ്സുള്ള ഒരു യുവ കോമളൻ പണ്ടത്തെ ജേർണലിസ്റ്റുകളുടെ ഒരു രൂപവും ഭാവവും ഒക്കെ പിടിച്ച് അവരുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോ അവർക്ക് എന്തായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവുന്നത്? അയ്യോ, ഇവനെന്താ ഇങ്ങനെ? കമ്പൊക്കെ കൊള്ളാം, ഒരു 22 വയസ്സുള്ള ഒരു പയ്യനാണ്. പക്ഷെ പണ്ടത്തെ ഒരു ഇതാണല്ലോ പിടിച്ചേക്കുന്നത്. അതെന്തായിരിക്കും അങ്ങനെ? എന്ന് അവരുടെ ഫ്രണ്ടിലെ അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും ഇല്ലേ? ഒരു സംശയം ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ചോദ്യങ്ങളുടെ ശരമായിട്ട് ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ അയച്ചങ്ങ് വിടും. അപ്പൊ അവര് സ്തംഭിച്ചു പോകും. ആ അട്രാക്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്. പറഞ്ഞത് ശരിയാണ്. അവർക്ക് നല്ല സംശയം കാണും. ഇവനെന്ത് വയ്യേ, വട്ടാണോ, തലയ്ക്ക് ഓളം ഉണ്ടോന്നൊക്കെ കാണും. കുഴപ്പമില്ല. നിന്റെ അടുത്തൊക്കെ പറയാൻ വന്ന എനിക്ക് ശരിക്കും ഓളം തന്നെ അടി. അതന്നെ നല്ലടി. ഞാൻ അമ്മൂമ്മ എടുത്ത് വെക്കട്ടെ. അമ്മൂമ്മ പറയും. അമ്മൂമ്മ എങ്ങനുണ്ടത്? കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപ്പളേ. അമ്മൂമ്മ, ഇതിൽ ഉമേഷേട്ടൻ വിളിച്ചപ്പോഴത്തേക്കേ പടവലത്തെ പറമ്പിലേക്ക് ഒരു നോക്കൂത്ത് വേണമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഇവനെ അവിടെ കൊണ്ടു നിർത്താം. കാക്കകളൊക്കെ പേടിച്ച ഓടും. ചിരിക്കാൻ വേഗത്തോട്ട് പോയതാണോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ, നിന്നെയൊക്കെ. എന്തായാലും കൊള്ളാം ചേട്ടാ, കൊള്ളാം. പ്ലീസ് സൈലൻസ്. ഹലോ. ഓ, അടിയോ? എവിടെ? ജംഗ്ഷനില്ല. എവിടെ അത്? ആരാ തമ്മില്? എവിടെ വെച്ച്? ഓക്കെ. ശരി. ഓക്കെ. ശരി. വിളിക്കും ഞാനൊന്ന്. എന്താണ്? എടി, നമ്മുടെ ജംഗ്ഷനിൽ അടിയെന്ന്. എവിടെ? ആ ചായക്കടയുടെ ഫ്രണ്ടില്. എന്താണ്? ജോസും അനിയനും പിന്നെ ആരായിരുന്നു? അനൂപ്. അവര് 3 പേരും കൂടെ കൂട്ടത്തല്ലേ. ജോസിന്റെ അനിയനോ? ജോസിന്റെ അനിയനല്ലേ. ജോസ്, അനിയൻ, പിന്നെ അനൂപ്. 3 പേരും കൂടെ അവിടെ കിടന്ന് കൂട്ടത്തല്ലെന്ന്. അപ്പൊ അത് ന്യൂസ് ആകണമല്ലോ. ഓക്കെ. നീ ഇപ്പൊ എന്തിനാണ് ചെയ്തോണ്ടിരിക്കണം? ന്യൂസ് ആകണ്ടേ? ആരാട്ടോ അതൊക്കെ? അതൊക്കെ 3 പേര് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണം. അത്ര തന്നെ. അല്ല, നീ ഒരു കാര്യം ചെയ്യില്ല, വേഗം കൂടെ ചെല്ല്. ചെന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? ഞാൻ എന്തിനാ അങ്ങോട്ട് പോണ കാര്യങ്ങളൊക്കെ അറിയാൻ? എടാ, എന്നാലല്ലേ നമുക്ക് ന്യൂസ് എഴുതാൻ പറ്റുള്ളൂ. പോടെ എവിടുന്ന്? ഞാൻ ന്യൂസ് എഴുതാൻ പോയതല്ലേ. എനിക്ക് ന്യൂസ് ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ, ഇപ്പൊ വിളിച്ച് പറഞ്ഞില്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലേ. ഞാനിവിടെ പോയി പറഞ്ഞ സമയം കളയണേ. അവിടെ പോണ്ട ആവശ്യമില്ലെന്ന്. നമ്മള് വീട്ടിൽ ഇരുന്നാ മതി. ബാക്കി നമ്മളങ്ങ് കയറ്റിയും വിട്ടുകൊടുത്താൽ മതി. ഒരു ക്യാപ്ഷൻ വേണം. കിട്ടിയതായിരുന്നു. ഹെഡിങ് കിട്ടി. വീണ്ടും നഗരത്തിൽ ഗുണ്ടാ വിളയാട്ടം. വീണ്ടും നഗരത്തിൽ ഗുണ്ടാ വിളയാട്ടം. വാഴക്കാല സുഗുണൻ സ്റ്റീ സ്റ്റാളിന്റെ ഫ്രണ്ടിൽ രാവിലെ 9-നും 9:30 ഇടയ്ക്കിലാണ് സംഭവം ഉണ്ടായത്. ഈ പറഞ്ഞ വാഴക്കാല ജോസിന്റെയും മുള്ളാണി അനിയന്റെയും പിന്നെ വാമ്പിയർ അനൂപിന്റെയും നേതൃത്വത്തിൽ കടുത്ത സംഘർഷമാണ് അതിന്റെ ഫ്രണ്ടിൽ ഉണ്ടായത്. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ചായക്കട വരെ തല്ലിപ്പൊളിച്ചു. ഈ പറഞ്ഞ വാമ്പിയർ അനൂപ് കഴിഞ്ഞ ആഴ്ചയാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പരവുള്ള പുറത്തിറങ്ങിയത്. ആൾക്കാരുടെ കഴുത്ത് കടിച്ചു മുറിച്ചാണ് അദ്ദേഹത്തിന് വാമ്പിയർ അനൂപ് എന്ന പേര് കിട്ടിയത്. ഓക്കെ, ഇനി ഈ നഗരത്തിനെ സംരക്ഷിക്കാൻ ആരുണ്ട്? പോലീസിന്റെ അനാസ്ഥ അല്ല പിന്നെ. അതെ, ഞാനിത് കൊണ്ടുവിട്ടെ. അതൊക്കെ തന്നെ എന്റെ ആവശ്യമുള്ളൂ. ആൾക്കാർക്ക് ഇതൊക്കെ വായിക്കുമ്പോ ഒരു സാധനം വരണം, അതൊക്കെ കിട്ടണം. എന്തെങ്കിലും ഉള്ളത് പറഞ്ഞുണ്ടാക്കേ. യാവനേലും അടുത്ത് എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്കിട്ടുണ്ടോ? അതൊക്കെ മതി. ഇപ്പൊ അനൂപാണ്. സഹോദര, എന്തരീ നിന്റെ അനിയത്തിയ നൽകൊരു കാര്യം ഞാൻ പറയുക, ക്ഷമയോടെ കേൾക്കണം.
പുറത്തെ ഉം. ആവശ്യത്തിൽ കൂടുതൽ വള്ളിയുണ്ട്. ഈ വീട്ടിലാണെങ്കിൽ അതിനപ്പുറം വള്ളികളും ഉണ്ട്. ദൈവത്തെ ഓർത്ത് ഇനി ഒന്നും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ വയ്യ. അതുകൊണ്ടാണ് നമ്മളോട് ഞാൻ പോയി ഇത് കറക്റ്റ് ഒരു റിപ്പോർട്ടായിട്ട് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാനൊരു പൊളിക്ക്